അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഝാക്ക് ഗെയിമേഴ്സിൻ്റെ അടുത്തൊരു റൂം മാച്ചുമായി ബന്ധപ്പെട്ട് നമ്മളെന്തായാലും ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ടീംസുകളെല്ലാം സെറ്റ് ആവുന്നുണ്ട്. എന്തായാലും 100 മെമ്പേഴ്സിൽ 33 മെമ്പേഴ്സായി. 100 മെമ്പേഴ്സിൽ 33 മെമ്പേഴ്സ് എത്തിയിട്ടുണ്ട്. എന്തായാലും 33 മെമ്പേഴ്സ് എത്തിയിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ടീംസും സെറ്റാണ്. എല്ലാ ടീംസും വരുന്നുണ്ട്. താഴെ നിന്ന് തന്നെ നമുക്കിന്ന് മുകളിലേക്ക് പോയി കളയാം. എന്തായാലും ലൈവ് കാണുന്ന ഏതെങ്കിലും നമ്മുടെ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ലൈവ് ചാറ്റിൽ കൂടെ എനിക്കൊരു മെസ്സേജ് ഇടുക. താഴെ നിന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മറ്റൊരു ടീമുമല്ല, അവിടെ താഴെ ഏറ്റവും താഴെ 25ാമത്തെ സ്ലോട്ടിൽ കിടക്കുന്നത് റോഗ്യൂ ടീമിൻ്റെ കൽബുകൾ അവിടെ എത്തി. സെറ്റാണ്. റോഗ്യൂ ടീമിൻ്റെ കൽബുകൾ എത്തി. തൊട്ട് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ 24ാമത്തെ സ്ലോട്ടിൽ അഡ്മിറലിൻ്റെ കൽബ് എത്തിയിട്ടുണ്ട്. അഡ്മിറലിൻ്റെ ഒരു മെമ്പർ എന്തായാലും വന്ന് സെറ്റായിട്ടുണ്ട്. ബാക്കി 3 മെമ്പറിനുള്ള വെയിറ്റിംഗ് ആണ്. ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ അൽപൊളി എന്ന് പറയുന്നുണ്ട്. ഝാക്ക് ബ്ലിസാർഡ് എത്തിയിട്ടുണ്ട്. ലൈവിലൂടെ ഝാക്ക് ബ്ലിസാർഡ് എത്തിയിട്ടുണ്ട്. എന്തായാലും ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ EXPയുടെ കൽബ് നിൽപ്പുണ്ട്. EXPയുടെ കൽബുകൾ എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഝാക്കിൻ്റെ ലീഡറെ കൽബ് നീ ആ ഐഡിയും പാസ്വേഡും ഒന്ന് താടാ, ഞാൻ കയറി സെറ്റാവാം എന്ന് പറഞ്ഞുകൊണ്ട് EXPയുടെ കൽബുകൾ കിട്ടാൻ കാത്തിരുന്നു എന്ന് തോന്നുന്നു. കിട്ടിയപ്പോൾ തന്നെ കയറി. എന്തായാലും 4 സ്ലോട്ടിൽ അവർക്ക് കിട്ടിയ 4 സ്ലോട്ടിൽ അവർ സെറ്റായി. എന്തായാലും തൊട്ട് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ DB7ൻ്റെ 3 കൽബുകൾ എത്തിയിട്ടുണ്ട്. DB7ൻ്റെ 3 കൽബുകൾ അവിടെ സെറ്റാണ്. DB7 സെറ്റായി. ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ AGD കൽബുകൾ എത്തിയിട്ടുണ്ട്. AGD അല്ല, ആൽഫ ക്യൂവിൻ്റെ മുത്തുമണീസുകളാണ്. എന്തായാലും ആൽഫ ക്യൂവിൻ്റെ 2 മെമ്പർ എത്തി. ആൽഫ ക്യൂവിൻ്റെ ബാക്കിയുള്ള 2 മെമ്പറിനുള്ള വെയിറ്റിംഗ്. തൊട്ട് മുകളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി ടീമിൻ്റെ 2 മെമ്പർ എത്തി. ഐഡൻറ്റിറ്റി ടീമിൻ്റെ കൽബുകളെത്തി. തൊട്ട് മുകളിൽ മറ്റാരുമല്ല FO ടീമിൻ്റെ കൽബുകൾ നിൽക്കുന്ന കാഴ്ചയാണ്. FOൻ്റെ കൽബുകൾ നിൽക്കുന്നു. എനിക്ക് തോന്നുന്നു ഇന്നലെ ഝാക്കിൻ്റെ ലീഡർ ദാവൂദിന് വേണ്ടി FO ടീം ഇറക്കിയൊരു വീഡിയോ കൽബെ അതങ്ങ് വൈറലായി കേട്ടോ. കൽബെ ഒരു രക്ഷയില്ല, അതങ്ങ് കയറി അങ്ങ് വൈറലായി. പൊന്നു മക്കളെ, FO അങ്ങ് പൊക്കി പറയുക ഇപ്പോൾ പിള്ളേരല്ല. അപ്പോൾ എന്തായാലും ഒരു രക്ഷയില്ല. FO ടീമിൽ നിന്ന് ഝാക്കിന് വേണ്ടി ഇറക്കിയ ഒരു വീഡിയോ ഒരു രക്ഷയില്ല. എന്തായാലും എൻ്റെ കമൻറ്റും അവൻ്റെ വീഡിയോയും വെച്ച് അവൻ തന്നെ ഇറക്കിയ ഒരു വീഡിയോ ഒരു രക്ഷയില്ല. എൻ്റെ പൊന്ന് കൽബെ, നീ സെറ്റാണ്, നിങ്ങളുടെ ടീം സെറ്റാണ്, ഒരു രക്ഷയില്ല. ഹായ് ബ്രോ എന്ന് പറയുന്നുണ്ട്. ഷിബിൻ വിജയ് അവിടെ എത്തിക്കഴിഞ്ഞു. ഒരു രക്ഷയില്ല. ഷിബിൻ വിജയ് എന്തായാലും ലൈവ് ഒക്കെ കാണുന്നുണ്ട്. സെറ്റാണ്. എന്തായാലും ലൈവ് ചാറ്റിൽ കൂടെ ഷിബിൻ വിജയ് എന്തായാലും ഒരു മെസ്സേജ് അയക്കുന്നു. കൽബെ നിനക്കൊണ്ടൊരു പൊന്നരിഞ്ഞണം, അപ്പോൾ നീ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈസിന് ലൈക്ക് അടി, സബ്സ്ക്രൈബ് ചെയ്യും, എന്നിട്ട് ലൈവ് കണ്ടിട്ട് സെറ്റായിട്ട് പുഞ്ചിരിയോടുകൂടി മടങ്ങും. അപ്പോൾ എന്തായാലും സെലോഡ്സിൻ്റെ 2 പേര് നിൽപ്പുണ്ട്. എന്തായാലും ലെഫ്റ്റ് സൈഡിൽ 2 പേർക്കുള്ള വെയിറ്റിങ്ങിലാണ്. എന്തായാലും നാഷും സ്ട്രിപ്പും എത്തി. സ്ട്രിപ്പിൻ്റെ ആ പുഞ്ചിരി കണ്ടാൽ അറിയാം. സെലോഡ്സ് വാൻ നപ്സൽ KGF ഒരു രക്ഷയില്ല. നപ്സലിൻ്റെ കൽബുകൾ എത്തിയിട്ടുണ്ട്. വർക്കല കൽബുകൾ, നപ്സൽ കൽബുകൾ എത്തിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. അപ്പോൾ സെലോഡ്സിൻ്റെ നാഷിൻ്റെ കൽബുകളാണ്. ഒരു രക്ഷയില്ല. അപ്പോൾ നാഷിൻ്റെ കൽബുകളായ എന്തായാലും നപ്സൽ അവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഷിബിൻ വിജയ് പോളി സ്ട്രീം എന്ന് പറയുന്നുണ്ട്. ഒരു രക്ഷയില്ല. നിനക്കിരിക്കട്ടെ വീണ്ടും ഒരു പൊന്നരിഞ്ഞാണം, ഒരു പെൺ കിരീടവും തന്നെ ഇരിക്കട്ടെ. എന്തായാലും തൊട്ട് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ NVTയുടെ കൽബുകൾ എത്തിയിട്ടുണ്ട്. 3 മെമ്പർ NVTയുടെ ബീനും റെഡ് റോഗും സ്മൈൽ കില്ലറും എത്തിയിരിക്കുന്നു. ഒരു രക്ഷയില്ല. എന്തായാലും താഴെ നോക്കിക്കഴിഞ്ഞാൽ ആഷും ലോലിനും എത്തിയിരിക്കുന്നു. എന്തായാലും അവർക്ക് കൂട്ടിനായി, നാഷിനും സ്ട്രിപ്പിനും കൂട്ടിനായി എന്തായാലും ആഷും ലോലിനും എത്തിയിരിക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു ടീമുമല്ല, ആക്ടിൻ്റെ ടീം 3 മെമ്പർ എത്തി. 1 മെമ്പറിന് മാത്രമുള്ള വെയിറ്റിംഗ്. നാഷൊക്കെയാണ് ബ്രോ, ഒരു രക്ഷയില്ല. നാഷ് ഓക്കെ ആണ് ബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷ് പക്ക ഓക്കെയാണ്. കൽബെ ആ ID പാസ്വേഡ് ഇങ്ങ് താടാ കൽബെ എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും നാഷ് വന്നിരിക്കുകയാണ്. തൊട്ട് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു ടീമുമല്ല, എൻ്റെ പൊന്നുമോനെ കോപ്സിൻ്റെ 3 മെമ്പർ എത്തിയിട്ടുണ്ട്. ഇനി 1 മെമ്പറിന് മാത്രമുള്ള വെയിറ്റിംഗ്. എന്തായാലും ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ 11ാമത്തെ സ്ലോട്ടിൽ എയിം ടീം നിൽപ്പുണ്ട്. എയിം ടീമിൻ്റെ 1 മെമ്പർ മാത്രമേ വന്നിട്ടുള്ളൂ. എയിം ടീമിൻ്റെ 1 കൽബ് മാത്രമേ കയറിയിട്ടുള്ളൂ. എയിം ടീമിൻ്റെ ഒറ്റ കൽബ് കയറിയിരിക്കുന്ന കാഴ്ചയാണ്. എയിം ടീമിൻ്റെ 1 മെമ്പർ മാത്രം കയറി. എന്തായാലും എയിം ടീമിൻ്റെ കൽബ് അവിടെ സെറ്റ് ആവുകയാണ്. തൊട്ടുമുകളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു ഒരു രക്ഷയില്ല. എക്സെപ്സോനും CLGയും നേർക്കുനേരെ. എക്സെപ്സോൻ്റെ കൽബുകളും CLG കൽബുകളും നേർക്കുനേരെ. എൻ്റെ പൊന്നുമോന ഒരു രക്ഷയില്ല. ഇന്നലെ എക്സെപ്സോനും CLGയും ഒക്കെ നിന്ന് ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. എൻ്റെ പൊന്നുമോനെ, എക്സെപ്സോൻ്റെ നെപ്പോളിയൻ അവസാനം വരെ പിടിച്ചു നിന്നു. പക്ഷേ ഝാക്കിൻ്റെ ചിക്കൻ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. എന്തായാലും CLG കൽബുകളൊക്കെ എന്തായാലും തേർഡ് പാർട്ടിക്ക് വരെ കയറി ഇറങ്ങിയടിയായിരുന്നു. ഒരു രക്ഷയില്ല. എന്തായാലും നമ്മുടെ മുത്തുമണികൾ എത്തിയിട്ടുണ്ട്. AGDയുടെ 3 മെമ്പർ എത്തി. ഇനി റോബർട്ട് ടോണിക്കുള്ള വെയിറ്റിംഗ്. ഒരു രക്ഷയില്ല. റോബർട്ട് ടോണി വന്നു കഴിഞ്ഞാൽ നമ്മൾ സെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് AGDയുടെ ഓസം അവിടെ നിൽപ്പുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കൽബുകളെ ഒരേ ഒരു കുളിര് കാർലോയും അവരുടെ ചങ്ങായിമാരും. ഒരു രക്ഷയില്ല. എന്തായാലും ഏരിയസിൻ്റെ 3 മെമ്പർ സെറ്റാണ്. ഏരിയസിൻ്റെ സ്ട്രിപ്പ് അവൻ കളിക്കാൻ എൻ്റെ കൽബെ സ്ട്രിപ്പിൻ്റെ ഫാൻസുകാർ തന്നെ സ്ട്രിപ്പിനെ പൊക്കി പറയും, ഇടയ്ക്കിടയ്ക്ക് താഴ്ത്തി പറയും. ഒരു രക്ഷയില്ല. എന്തായാലും ഏരിയസിൻ്റെ കൽബുകൾ അവിടെ
എത്തിയിട്ടുണ്ട്, 3 മെമ്പർ എത്തിയിട്ടുണ്ട്. ഏരിയസിൻ്റെ മുത്തുമണികൾ NOSൻ്റെ വാർണി നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. 6ാം സ്ലോട്ടിൽ കിടന്ന NOSൻ്റെ വാർണയെ ഒന്ന് പൊക്കി പറയാനല്ല ഒന്ന് പരിചയപ്പെടുത്താൻ വന്നപ്പോൾ അപ്പം തന്നെ കൽബ് ലൈവ് ചാറ്റിൽ കൂടെ കയറി ഒന്ന് ഹലോ നയിച്ചു. കൽബെ നിനക്കിരിക്കട്ടെ ഒരു പൊന്നരിഞ്ഞാണം. ഷിബിൻ വിജയ് അൺസ്റ്റോപ്പബിൾ എന്ന് പറയുന്നുണ്ട്. ഒരു രക്ഷയില്ല, അൺസ്റ്റോപ്പബിളിൻ്റെ കൽബുകളെല്ലാം ഉണ്ട്, സെറ്റാണ്. എന്തായാലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നെക്സൽ ടീം നിൽപ്പുണ്ട്. നെക്സൽ ടീമും NOS ടീമും നേർക്ക് നേരെ നിൽക്കുന്ന കാഴ്ച. നെക്സൽ ടീമും NOS ടീമും നേർക്ക് നേരെ നിൽക്കുന്നു. തൊട്ട് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ IGD ടീമും ZAK സ്ക്വാഡും ഒരു രക്ഷയില്ല. ZAK ഗെയിമേഴ്സിൻ്റെ മെമ്പേഴ്സും ZAKിൻ്റെ മെമ്പേഴ്സും IGD ടീമും നേർക്ക് നേരെ നിൽക്കുന്ന കാഴ്ച. ഒരു രക്ഷയില്ല, IGDയും ZAKും നേർക്ക് നേരെ നിൽക്കുന്നു. തൊട്ട് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ കൽബുകളെ എൻ്റെ പൊന്നുമോനെ അൺസ്റ്റോപ്പബിൾ ടീമും ZAKിൻ്റെ ടീമും എനിക്ക് തോന്നുന്നു 2 ലൈനപ്പാണ്. ZAKിൻ്റെ 2 ലൈനപ്പ് ഉണ്ട്. അപ്പോൾ എന്തായാലും നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ZAKിൻ്റെ 2 ലൈനപ്പ് ഉണ്ട്. ZAKിൻ്റെ ടീം സെറ്റാണ്. ZAKിൻ്റെ ടീം 2 ലൈനപ്പും സെറ്റാണ്. അൺസ്റ്റോപ്പബിളിൻ്റെ ടീമും ZAKിൻ്റെ ടീമും നേർക്ക് നേരെ നിൽക്കുന്നു. തൊട്ട് താഴെ വന്നു കഴിഞ്ഞാൽ IGD ടീമും ZAKിൻ്റെ 2ാമത്തെ ലൈനപ്പും നേർക്ക് നേരെ നിൽക്കുന്നു. ഒരു രക്ഷയിൽ എന്തായാലും സ്കൾ ഹണ്ടർ, ആസിഫാച്ചി, എന്തായാലും അംജിദ്, ZAKിൻ്റെ സ്വാഗ് എന്തായാലും നേർക്ക് നേരെ നിൽപ്പുണ്ട്. തൊട്ട് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അൺസ്റ്റോപ്പബിളിൻ്റെ ടീം ജിയൂസ് കില്ലർ സോൾ, എനിക്ക് തോന്നുന്നു K3N. ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ZAKിൻ്റെ ഡ്രീമർ, റേഞ്ചർ, ഷെൽബിയും കൽബുകളെല്ലാം അവിടെ നിൽപ്പുണ്ട്. തൊട്ട് താഴെ IGDയുടെ കൽബുകൾ എത്തിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. എന്തായാലും നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം. എന്തായാലും ഇന്ന് ZAKിൻ്റെ ലോഗോ ഒക്കെ സെറ്റാണ് ഇന്ന് മാറിയിട്ടുണ്ട്. ബാക്കിയുള്ള മെമ്പേഴ്സ് എല്ലാം സെറ്റാക്കും. ZAK എന്തായാലും ലോഗോ ഒക്കെ ഇട്ട് പൊളിക്കുകയാണ്. ഒരു രക്ഷയില്ല. തൊട്ട് താഴെ നോക്കിക്കഴിഞ്ഞാൽ IGDയുടെ കൽബുകൾ, നെക്സൽ ടീം, NOS ടീം, ഏരിയസ് ടീം, AGD, CLG, X7, കോപ്സ്, എയിം, ആക്ട്, എൻ്റെ പൊന്നുമോനെ NVT ടീം, AGD, OM ടീമിൻ്റെ 2 കൽബുകളെത്തി. ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ സെലോഡ്സ് ടീം, റേജ് ടീമിൻ്റെ 2 കൽബുകൾ. 2 മെമ്പർ മാത്രമേ വന്നുള്ളൂ. എനിക്ക് തോന്നുന്നു റേജിൻ്റെ ക്യാപ്റ്റൻ എല്ലാം സെറ്റാവും, കയറി വരും. മറ്റാരുമല്ല, റൈറ്റ് സൈഡിൽ നിൽക്കുന്ന FO ടീമും റേജ് ടീമും നേർക്ക് നേരെ നിൽക്കുന്ന കാഴ്ച. ബ്രോ FO എന്ന് പറയുന്നുണ്ട്. കാർത്തിക് ചെല്ലത്ത് FO എന്ന് പറയുന്നുണ്ട്. ഒരു രക്ഷയില്ല കൽബെ. FO ടീം നേരാന്ന് ഇവിടെ നിൽക്കുന്ന കൽബെ. ഒരു രക്ഷയില്ല. FO ടീം എന്തായാലും സെറ്റാണ്. ഇന്നടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് FO ടീം ഇവിടെ നിൽപ്പോട്ട്. ഒരു രക്ഷയില്ല. FOനെ കാണിച്ചുകൊണ്ട്, കാർത്തികിനെ കാണിച്ചുകൊണ്ട് FO ടീമിനെ ഞാൻ പരിചയപ്പെടുത്തുന്നു. തൊട്ട് താഴെ വന്നു കഴിഞ്ഞാൽ എന്തായാലും മാച്ച് സ്റ്റാർട്ടായി എന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ തന്നെ കറക്റ്റ് സമയത്താണ് എന്തായാലും മാച്ച് സ്റ്റാർട്ടായിപ്പോയി. എന്തായാലും ഒരു രക്ഷയില്ല. എന്തായാലും മാച്ച് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 72-73 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. എന്തായാലും മാച്ച് സ്റ്റാർട്ടായി. നമുക്ക് എന്തായാലും റൂമിൽ കാണാം. എന്തായാലും ബാക്കിയുള്ള മെമ്പേഴ്സിനെ എല്ലാം റൂമിൽ കാണാം. എന്തായാലും മാച്ച് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ടായി. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള മെമ്പേഴ്സ് എന്തായാലും നമുക്ക് നോക്കാം. സെറ്റാണ്. എന്തായാലും NOSൻ്റെ വാർണി പറയുന്നുണ്ട് എന്ന് അയച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷേ കൽബ് ഉയിരാണ് കൽബെ, നൻപനാണ് കൽബെ. NOSൻ്റെ വാർണി. എന്തായാലും മാച്ച് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഇന്ന് പൊളി. ഒരു രക്ഷയില്ലെന്ന് പറയുന്നുണ്ട്. കാർത്തിക് ചെല്ലത്ത് വീണ്ടും വന്നിരിക്കുന്നു. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞുകൊണ്ട് കൽബയെ പൊളിച്ചടിക്ക്. ഒരു രക്ഷയില്ല. എന്തായാലും മുകളിലേക്ക് പോകാം. 41 മെമ്പറെ എനിക്ക് കാണിക്കുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള മെമ്പറിനെ കാണിക്കും. എന്തായാലും അതുവരെ നമുക്ക് ഒന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമോനെ ZANOക്കിൻ്റെ മണ്ണിലാണ് ഇന്ന് ഫൈറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് തോന്നുന്നു. 87 മെമ്പേഴ്സ് എൻ്റെ പൊന്നുമോനെ. ഒരു രക്ഷയില്ല. ZAK ഒരുക്കി വെച്ചിരിക്കുന്ന ചിക്കന് വേണ്ടി 87 മെമ്പേഴ്സ് അൽപുരിതക്കം. ഒരു രക്ഷയില്ല. അടിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി, തിരിച്ചടിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ZAKിൻ്റെ മണ്ണിൽ ഇന്ന് കൊണ്ടുപോകും ചിക്കൻ. ആരാണെന്നറിയില്ല, പക്ഷേ എന്തായാലും സെറ്റാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ടീം സെറ്റായി. എനിക്ക് തോന്നുന്നു ZAKിൻ്റെ ടീം സെറ്റായി. ഫസ്റ്റ് സ്ക്വാഡ് എനിക്ക് തോന്നുന്നു എൻ്റെ പൊന്നുമോനെ ക്യാമ്പ്രാവിൻ്റെ മുകളിൽ കൂടെ ZANOക്കിൻ്റെ മണ്ണിലൂടെ എന്തായാലും ഫ്ലൈറ്റ് പറക്കുന്നു. ഒരു രക്ഷയില്ല. ഝാനോക്ക് എയർവേസ് ആണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഝാനോക്ക് എയർവേസ് ചെയ്യുന്ന DB7 ചാടിയിട്ടുണ്ട്. AGDയുടെ കൽബുകൾ ചാടിയിട്ടുണ്ട്. എന്തായാലും EXP ടീം, OM ടീം എല്ലാം ചാടിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു എല്ലാ ടീമും ചാടി. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് അടി കവർ എടുക്കാനുള്ളത് ബൂട്ട് ക്യാമ്പിൽ തന്നെയാണ്. ബൂട്ട് ക്യാമ്പിൽ ഫൈറ്റ് നടക്കും, ഉറപ്പാണ്. എന്തായാലും സെലോഡ്സിൻ്റെ ടീമെല്ലാം ബൂട്ട് ക്യാമ്പിൽ വെച്ച് പിടിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. അപ്പം നമുക്ക് നോക്കി കഴിഞ്ഞാൽ ബൂട്ട് ക്യാമ്പിലേക്ക് പോകാം. സെലോഡ്സ് ഇന്ന് ഡിന്നർ എന്ന് പറയുന്നുണ്ട്. നബ്സൽ KGF ഒരു രക്ഷയില്ല. എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് തോന്നുന്നു ഇവരുടെ അടുത്ത് 2 ടീം ചാടിയിട്ടുണ്ട്. NOS ടീം ചാടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ പോയി കഴിഞ്ഞാൽ NOS ടീം എന്തായാലും അവിടെയാണ്. എനിക്ക് തോന്നുന്നു
എന്തായാലും ഞാൻ ബൂട്ട് ക്യാമ്പിലേക്ക് പോവാം. ബൂട്ട് ക്യാമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ബൂട്ട് ക്യാമ്പാണ് ഒന്ന് കാണേണ്ടത്. എന്തായാലും ഏതൊക്കെ ടീമാണ് ബൂട്ട് ക്യാമ്പിൽ ചാടിയിരിക്കുന്നത്. എൻ്റെ പൊന്നുമുന സാക്കിൻ്റെ മെയിൻ സ്കോഡും സിലോഡ്സും തമ്മിൽ ഫൈറ്റ് എടുക്കാനുള്ള വളരെയധികം ചാൻസ് ഉണ്ട്. എന്തായാലും ബൂട്ട് ക്യാമ്പിൽ ചാടിയിരിക്കുന്ന മറ്റൊരു ടീമുമല്ല സിലോഡ്സും സാക്കും നേർക്ക് നേരെ ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞില്ലേ ബൂട്ട് ക്യാമ്പിൽ നിന്ന് സാക്ക് ചാടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന റൂം മാച്ചിൽ സാനോക്കിൻ്റെ മണ്ണിൽ ബൂട്ട് ക്യാമ്പിൽ ഇറങ്ങി അടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു രക്ഷയില്ല. ദാവൂദ് സാർ ബിഗ് ഫാൻ സാർ എന്ന് പറയുന്നുണ്ട്. സാക്കിൻ്റെ ബ്ലിസാർഡ് തന്നെ ഒരു രക്ഷയില്ല. എന്തായാലും അവിടെ അടി നടന്നു. ആക്ടിൻ്റെ ഫാൻറ്റത്തിനെ അവിടെ നിന്ന് അടിക്കുന്നുണ്ട്. DB7 NOSൻ്റെ മാടി അവിടെ നോക്കാക്കിയിരിക്കുന്നു. ആക്ടിൻ്റെ ഫാൻറ്റത്തിനെ അവിടെ നോക്കാക്കിയിരിക്കുന്നു. കില്ലെടുത്ത് വിട്ടിരിക്കുന്നു എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഗണ്ണ് കാര്യങ്ങളൊന്നും കിട്ടിയില്ല. എന്തായാലും ആക്ടിൻ്റെ ടീം എനിക്ക് തോന്നുന്നു ഇവിടെ എന്തായാലും നേർക്കുനേരെ ഇവർ നിൽപ്പുണ്ട്. അവിടെ NOS വാറിന് DB7ൻ്റെ ഒരു മെമ്പറിനെ നോക്കാക്കി. ഞാൻ പറഞ്ഞില്ലേ NOS ഇന്ന് DB7 അടിക്കുന്നു. എൻ്റെ പൊന്നുമോനെ NOSൻ്റെ 2 മെമ്പർ നോക്ക്. ഇനി ആൻഡ്രോ മാത്രം ബാക്കി. എനിക്ക് തോന്നുന്നു DB7ൻ്റെ ഒരു മെമ്പറിനെ നോക്കാക്കാൻ കഴിഞ്ഞോളൂ. അതിന് മുമ്പേ തിരിച്ചടിച്ചിരിക്കുന്നു. 2 മെമ്പർ നോക്ക്. കുറച്ച് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്യും. ഇല്ല, ഫ്രണ്ടിൽ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു DB7ൻ്റെ കാർലോ. DB7ൻ്റെ ക്യാപ്റ്റൻ കാര്യങ്ങളെല്ലാം സെറ്റാണ്. ഒരു രക്ഷയില്ല. ഇവിടുന്ന് തിരിച്ചു പൊക്കി മറ്റേ മെമ്പറിനെ തിരിച്ചു പൊക്കി. ഒരു രക്ഷയില്ല. എന്തായാലും NOSൻ്റെ 2 മെമ്പറിനെ തിരിച്ചു പൊക്കി കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ലോങ് ഷോട്ടിൽ നിന്നുള്ള അടിയായിരുന്നു. പക്ഷേ നോക്കാക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. തിരിച്ചു പൊക്കി. എന്തായാലും അവിടെ DB7ൻ്റെ ഒരു കൽബിനെ അവിടെ തൂക്കിയിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് കയറി ഒന്ന് പുഷ് ചെയ്ത് ഒരു കൽബിനെ തൂക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ആക്ടിൻ്റെ ഒരു മെമ്പർ അവിടെ കില്ലായി പോയി. ആക്ടിൻ്റെ കൽബിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഫാൻറ്റത്തിനെ നേരത്തെ തന്നെ എടുത്തു വിട്ടിരിക്കുന്നു. ഇവിടെ നിൽക്കുന്നത് മറ്റൊരു ടീമുമല്ല. EXP ടീം, അൺസ്റ്റോപ്പബിൾ ടീം എല്ലാം നിൽപ്പുണ്ട്. റോഗിയോ ടീം നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്യും. ഫ്രണ്ടിൽ നിൽക്കുന്നത് മറ്റൊരു ടീമുമല്ല. EXP ടീമിൻ്റെ കൽബുകൾ നിൽപ്പുണ്ട്. ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. ഒരു രക്ഷയില്ല. എന്തായാലും ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ദാവൂദ് ബ്രോ ബിഗ് ഫാൻ എന്ന് പറയുന്നുണ്ട്. ഒരു രക്ഷയില്ല. സ്പെക്ടേറ്റ് ഞാൻ പറഞ്ഞില്ലേ കൽബെ, എനിക്ക് എന്തായാലും ഇന്ന് ബൂട്ട് ക്യാമ്പിലേക്ക് ഒരു സ്പെക്ടേറ്റ് പോകേണ്ട ആവശ്യമുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു നേർക്ക് നേരെ നിൽക്കുന്നു മറ്റൊരു ടീമുമല്ല. നല്ല 2 ടീംസ് നേർക്ക് നേരെ നിൽക്കുന്ന കാഴ്ചയാണ്. FO എന്ന് പറയുന്നുണ്ട്. ഒരു രക്ഷയില്ല. അശ്വിൻ SGZ അശ്വിൻ പറയുന്നുണ്ട്. FO എന്ന് പറയുന്നുണ്ട്. കൽബെ FO തന്നെയാണ്. അത് ഇന്നലെ എനിക്ക് മനസ്സിലായി. ഞാനൊരു സ്റ്റാറ്റസ് എന്തായാലും FOയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് എന്തായാലും ഇട്ടിരുന്നു. അവിടെ സ്കൾ ഹണ്ടർ അടിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. സ്കൾ ഹണ്ടർ എനിക്ക് എൻ്റെ പൊന്നു മോനെ സാക്കിൻ്റെ 2ാമത്തെ ലൈന് എക്സെപ്റ്റ് 7 ഫൈറ്റ്. അവിടെ സാക്കിൻ്റെ സ്വാഗ് വീഴിയാണ്. ആസിഫാച്ചി നോക്കാവുകയാണ്. അവിടെ എന്തായാലും ഗ്രൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സെപ്റ്റ് 7ൻ്റെ എൻ്റെ പൊന്നുമോനെ സാക്കിൻ്റെ ഒരു മെമ്പർ എക്സെപ്റ്റ് 7ൻ്റെ ഇല്ലടാ സാക്കിൻ്റെ 2 മെമ്പർ അവിടെ അശ്വിനും സാക്ക് ഉയർന്ന് പറയുന്നുണ്ട്. സാക്കിൻ്റെ നോവ പറയുന്നുണ്ട്. സാക്ക് ഉയർന്ന് പറയുന്നുണ്ട്. ഒരു രക്ഷയില്ല. അപ്പോൾ സാക്കിൻ്റെ മെമ്പേഴ്സ് എല്ലാം കളി കാണുകയാണ്. എന്തായാലും എക്സെപ്റ്റ് 7ൻ്റെ കൽബുകളിൽ നിന്ന് അവിടെ സാക്കിൻ്റെ മെമ്പേഴ്സിനെ അടിക്കുന്നുണ്ട്. ബ്ലിങ്കിങ് ഐസ് അവിടെ എയിം ടീമിനെ അടിച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ നെക്സൽ ടീം കയറി വരുന്നു ഫ്രണ്ടിലേക്ക്. എനിക്ക് തോന്നുന്നു അവിടെ അംജിത് മാത്രമേ ബാക്കിയുള്ളൂ. എനിക്ക് തോന്നുന്നു ഇവരിറങ്ങിയ സ്ഥലമൊന്നും റെഡിയായില്ല. അവിടെ എന്തായാലും ബ്ലിങ്കിങ് ഐസ് അടിക്കുന്നുണ്ട്. ബ്ലിങ്കിങ് ഐസിലേക്ക് പോയി കഴിഞ്ഞാൽ ആക്ടിൻ്റെ ടീമാണ്. ആക്ടിൻ്റെ ടീം അടിക്കുന്നത് മറ്റൊരു ടീമിനെയല്ല. കുറച്ചപ്പുറയിലേക്ക് പോയി കഴിഞ്ഞാൽ നേർക്ക് നേരെ നിൽക്കുന്ന അൺസ്റ്റോപ്പബിൾ ടീമും തമ്മിലാണ് അടി. എനിക്ക് തോന്നുന്നു റോഗിയോൻ്റെ 2 മെമ്പറിനെ എടുത്തു വിട്ടെന്ന് തോന്നുന്നു. നേർക്ക് നേരെ 25 ടീമും 78 മെമ്പേഴ്സും. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കയറി പുഷ് ചെയ്തു. അവർക്ക് അവിടെ 2 മെമ്പേഴ്സ് ഇല്ല, ഒരു മെമ്പർ മാത്രം നഷ്ടപ്പെട്ടു. എന്തായാലും നഷ്ടപ്പെട്ടത് മറ്റാരുമല്ല ആക്ടിൻ്റെ ഫാൻറ്റം തന്നെ. നേർക്ക് നേരെ നിൽക്കുന്ന റോഗിയോൻ്റെ ഒരു കൽബ് മാത്രം ഫുൾ അടിയാണല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. സ്ട്രിപ്പ് എവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്. സ്ട്രിപ്പിനെ കാണിക്കാൻ കൽബ് എന്തായാലും അൺസ്റ്റോപ്പബിൾ ടീം സെറ്റാണ്. എനിക്ക് തോന്നുന്നു റോഗിൻ്റെ ഒരു കൽബ് മാത്രം സെൻറ്റർ. എനിക്ക് തോന്നുന്നു ഇവിടെ കഹോയിലാണ് നിൽക്കുന്നത്. ഒരു രക്ഷയില്ല. ആക്ട് ലെഫ്റ്റ് സൈഡിൽ നിൽപ്പുണ്ട്. റോഗിയുടെ ബാക്കിയുള്ള മെമ്പറെല്ലാം തീർന്നു പോകുന്നു. എനിക്ക് തോന്നുന്നു ഒറ്റ മെമ്പർ മാത്രം റോഗിയുടെ പെപ്പ് അവിടുന്ന് വിടുകയാണ്. നേരെ കയറി ചെയ്യുന്നത് അൺസ്റ്റോപ്പബിൾ ടീമിൻ്റെ അടുത്താണ്. അത് എന്തായാലും റോഗിയുടെ പെപ്പ് കണ്ടിട്ടില്ല. ഒരു രക്ഷയില്ല. എന്തായാലും നമുക്ക് അടുത്ത അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഏരിയസിൻ്റെ കൽബുകളിൽ നിൽപ്പുണ്ട്. സ്ട്രിപ്പ് പൊളിയെ കാണിക്ക് എന്ന് പറയുന്നുണ്ട്. എന്തായാലും അവിടുന്ന് ഒരു ഷോട്ട് വരുന്നുണ്ട്. റോഗിയുടെ കൽബിന് തോന്നുന്നു ഇല്ല, റോഗിയുടെ കൽബിന് തന്നെ. ഞാൻ പറഞ്ഞില്ലേ റോഗിയുടെ കൽബിനെ ഇവിടെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞു. അൺസ്റ്റോപ്പബിൾ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ബാക്കിൽ നിന്ന് മിക്കവാറും ആക്ടിൻ്റെ ടീമും കൂടെ കയറി കഴിഞ്ഞാൽ റോഗിയോന് അടി കിട്ടും. അടുത്ത സ്പ്രേ വന്നു കഴിഞ്ഞാൽ റോഗിയോടെ തീരും. ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ടിൽ നിന്ന് കില്ലർ സോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാരുമല്ല അൺസ്റ്റോപ്പബിളിൻ്റെ മുത്തുമണികളെല്ലാം ഇവിടെ ഓപ്പൺ ഏരിയയിൽ മുകളിൽ വെയർഹൗസിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. അവിടെ EXP ടീമും DB7ൻ്റെ ടീമും കൽബുകളും തമ്മിൽ അടിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. എന്തായാലും DB7ൻ്റെ ഒരു കൽബിനെ അവിടെ എടുത്തു വിട്ടു. എനിക്ക് തോന്നുന്നു എന്തായാലും EXPയുടെ DB7ൻ്റെ ഒരു മെമ്പർ അവിടെ നോക്ക്. EXP അവിടെ നിന്ന് DB7ൻ്റെ ഒരു മെമ്പറിനെ നോക്കാക്കിയിട്ടുണ്ട്. അടുത്ത് നിൽക്കുന്നത് മറ്റാരുമല്ല DB7ൻ്റെ കാറിലോടെ നിൽപ്പുണ്ട്. സെറ്റാണ്. എന്തായാലും ഇവിടുന്ന് നോക്കുന്നുണ്ട്. എന്തായാലും അവിടുന്ന് മറ്റേ മെമ്പറിനെ എടുത്തു വിടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഫ്രണ്ടിലേക്ക് കയറും, എടുത്തുവിടും. ദാവൂദ് അണ്ണ സുമ്മാവാന്ന് പറയുന്നുണ്ട്. ആശിഷാന്ന് തോന്നുന്നു, ആരാണെന്ന് കണ്ടില്ല. ദാവൂദ് എന്ന സുമ്മാവാന്ന് പറയുന്നുണ്ട്. ഒരു രക്ഷയില്ല. അവിടെ എന്തായാലും നൈസ് ക്വാളിറ്റി കൂടെ അവിടെ എക്സെപ്റ്റ് 7 നിന്ന്
എൻ്റെ പൊന്നുവിനെ അംജിദിനെ അവിടെ എടുത്തു വിട്ടിരിക്കുന്നു ദാവൂദ് നിന്നില്ല കൽബേക. ദാവൂദ് കളിക്കാനില്ല. ദാവൂദിനെ കാണണമെങ്കിൽ ദാവൂദിൻ്റെ മടയിലെത്തണം. ഒരു രക്ഷയില്ല. എന്തായാലും അവിടെ രണ്ടാമത്തെ ലൈനപ്പ് സാക്കിൻ്റെ രണ്ടാമത്തെ ലൈനപ്പിനെ എടുത്തു വിട്ടിരിക്കുന്നു. എന്തായാലും ഇനി ഫസ്റ്റ് ലൈനപ്പ് ഉണ്ട്. ഫസ്റ്റ് ലൈനപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഫസ്റ്റ് ലൈനപ്പ് ഇറങ്ങിയിരിക്കുന്നത് മറ്റൊരിടത്തുമല്ല, നേരെ ബൂട്ട് ക്യാമ്പിൽ തന്നെ നേർക്ക് നേരെ നിൽക്കുകയാണ്. ഒരു രക്ഷയില്ല. അപ്പോൾ സാക്കും അതുപോലെ തന്നെ സെലോട്ട്സും നേർക്ക് നേരെ നിൽക്കുന്ന ഒരു കാഴ്ച. എന്തായാലും സാക്കിൻ്റെ റേഞ്ചർ ലെഫ്റ്റ് ഫ്ലാങ്ക് ചെയ്ത് ഫ്രണ്ടിലേക്ക് കയറുന്നുണ്ട്. അവിടെ നേർക്ക് നേരെ നിൽക്കുന്നത് സെലോട്ട്സ് ആണ്. ഒറ്റയ്ക്ക് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. ഒരു രക്ഷയില്ല. സെലോട്ട്സ് അവിടെ നിൽപ്പുണ്ട്. കണ്ടില്ലെന്ന് തോന്നുന്നു. സ്ട്രിപ്പിനെ കാണിക്കുന്നു പറയുന്നുണ്ട്. സൂരജ് TS സ്ട്രിപ്പിനെ കാണിക്കാൻ പറയുന്നുണ്ട്. സെലോട്ട്സിന്റെ നാഷ് ഫ്രണ്ടിലേക്ക് കയറുന്നുണ്ട്. റേഞ്ചർ എന്തായാലും ഇവിടെ നിൽപ്പുണ്ട്. എന്തായാലും ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. അവർ 4 പേരുണ്ട്. കൽബെ എന്തായാലും കണ്ടല്ലെന്ന് തോന്നുന്നു. നാഷിന് മിക്കവാറും അടികൊള്ളും. എനിക്ക് തോന്നുന്നു റേഞ്ചർ കണ്ടിട്ടില്ല. ഇപ്പോഴും റേഞ്ചർ കണ്ടിട്ടില്ല. എന്തായാലും ലോലൻ ഫ്രണ്ടിലേക്ക് കയറുന്നുണ്ട്. അടി വീഴുന്നുണ്ട്. അവിടെ സ്ട്രിപ്പിനെ നോക്കാക്കി കഴിഞ്ഞു. സാക്കിന്റെ റേഞ്ചർ നിന്ന് സ്ട്രിപ്പിനെ നോക്കാക്കി കഴിഞ്ഞു. ഒരു മെമ്പർ അവിടെ നോക്ക് ഫ്രണ്ടിലേക്ക് കയറും ഉറപ്പാണ്. എന്തായാലും ഒരു മെമ്പർ അവിടെ നോക്ക്. എന്തായാലും ഇവിടുന്ന് കില്ലെടുത്ത് വിടും. ഫിനിഷ് ചെയ്ത് വിടും. രണ്ട് മെമ്പർ നോക്ക്. സെലോട്ട്സ് ടീമിലെ 2 മെമ്പർ നോക്ക്. സ്ട്രിപ്പിനെ മിക്കവാറും കില്ലെടുത്ത് വിടും. ഒരു രക്ഷയല്ല. എനിക്ക് തോന്നുന്നു ആഷ് അവിടെ നോക്ക്. എന്തായാലും ഇത് ഫിനിഷ് ചെയ്ത് വിടും. എനിക്ക് തോന്നുന്നു ഇത് ഫിനിഷ് ചെയ്ത് വിടുമെന്ന് തോന്നുന്നു. എന്തായാലും നോക്കിക്കഴിഞ്ഞാൽ ഡ്രീം എന്തായാലും സ്ട്രിപ്പിനെ അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടു. എനിക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് അടുത്തടി വരുന്നുണ്ട്. എന്തായാലും ഒരു മെമ്പറും കൂടെ ഇവിടെ നോക്ക്. എന്തായാലും ലോലൻ നൈസ് ക്വാളിറ്റി കൂടെ നിന്ന് പൊക്കുന്നുണ്ട്. എന്തായാലും കമൻട്രി അടിപൊളി എന്ന് പറയുന്നുണ്ട്. അശ്വൻ അവിടെ കമൻട്രി അടിപൊളി എന്ന് പറയുന്നുണ്ട്. എൻ്റെ പൊന്നുമോനെ അവിടെ എന്തായാലും നാഷിർ റേഞ്ചറിനെ അടിച്ചിരിക്കുന്നു. 3 മെമ്പർ നോക്ക്. ഇനി എനിക്ക് തോന്നുന്നു സാക്കിൻ്റെ ഷെൽബി മാത്രം എനിക്ക് തോന്നുന്നു സ്ട്രിപ്പിനെ മാത്രമേ എടുത്തു വിടാൻ കഴിഞ്ഞോളൂ എന്ന് തോന്നുന്നു. എന്തായാലും സെലോട്ട്സിൻ്റെ ആഷിനെ അവിടെ നോക്കാക്കിയിരുന്നു. എന്തായാലും നൈസ് ക്വാളിറ്റി കൂടെ ഇവിടുന്ന് കയറുന്നുണ്ട്. എന്തായാലും നാഷ് സ്ട്രിപ്പിനെ എടുത്ത് വിട്ടു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് കയറുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാക്കിനെ കിട്ടും. എൻ്റെ പൊന്നുമോനെ 2 മെമ്പറിനെ നോക്കാക്കാൻ കഴിഞ്ഞു സാക്കിനെ. പക്ഷേ എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ അവരവിടെ തളർന്നു പോയി. എനിക്ക് തോന്നുന്നു ബാക്കി മെമ്പറും കൂടെ ഫ്രണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ എന്തായാലും ഏരിയസിൻ്റെ കൽബ് അവിടെ അടിക്കുന്നുണ്ട്. ഏരിയസിൻ്റെ ഡാഡിയെല്ലാം നിന്ന് അടിക്കുന്നുണ്ട്. നമ്മുടെ കൽബന്മാർ അവിടെ അടിക്കുന്നുണ്ട്. അടിക്കുന്ന മറ്റൊരു ടീമിനെയല്ല. സ്ട്രിപ്പ് ഔട്ട് കംപ്ലീറ്റ്ലി എന്ന് പറയുന്നുണ്ട്. കൽബെ സ്ട്രിപ്പ് ഔട്ട് കംപ്ലീറ്റ്ലി ആവില്ലായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ശ്രദ്ധയിൽപ്പെട്ടില്ല. അത് തന്നെയാണ് പറ്റിയത്. സെലോട്ട്സ് ആഷ് എന്തായാലും സുൽത്താനെ അവിടെ നോക്കാക്കി. എന്തായാലും അഡ്മിറലിൻ്റെ ടീമും സെലോട്ട്സ് ആഷ് സുൽത്താനെ കൺഫേം ചെയ്തു, ഫിനിഷ് ചെയ്തു. എന്തായാലും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്തായാലും അഡ്മിറലിൻ്റെ ടീമും അവിടെ ലോലിൽ നിന്ന് ഷെൽബി അടിച്ചിട്ടുണ്ട്. സാക്കിൻ്റെ ഷെൽബി അടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സാക്ക് സ്കോഡിനെ എടുത്ത് വിട്ടു. സ്ട്രിപ്പേ പോയി എന്ന് പറയുന്നുണ്ട്. സെലോട്ട്സ് ലോലൻ സാക്കിനെ ഫിനിഷ്. കൽബെ അവിടെ കഴിഞ്ഞു. ടീം വൈപ്പായി എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു സാക്കും സെലോട്ട്സും തമ്മിൽ അടിച്ചു. എന്തായാലും ഇവിടുന്ന് ഏരിയസിൻ്റെ റവാൻ അവിടെ നൈസ് ക്വാളിറ്റി കൂടെ നിന്ന് EXPയുടെ ഒരു മെമ്പറിനെ നോക്കാക്കിയിട്ടുണ്ട്. ഏരിയസിൻ്റെ റവാൻ നൈസ് ക്വാളിറ്റി കൊണ്ട് സോനു ലെഫ്റ്റ് ഫ്ലാങ്ക് ചെയ്ത് ഫ്രണ്ടിലേക്ക് കയറുന്നു. ആ കേരൾ അഡ്മിറലിനെ മിക്കവാറും നോക്കാക്കും. അവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഏരിയസിൻ്റെ റവാനിലേക്കും അവിടെ നോക്കിക്കഴിഞ്ഞാൽ 6x പിടിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. 6x പിടിച്ചുകൊണ്ട് ഡാഡി ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. എൻ്റെ പൊന്നുമോനെ ആഫ്രിക്കൻ താരം ഒരു രക്ഷയില്ല. ഡാഡി ഏരിയസിൻ്റെ ഡാഡി 6x വെച്ച് AGയുടെ കൽബിനെ നോക്കുന്നു. ഒരു രക്ഷയില്ല. സോനു ഇവിടുന്ന് നൈസ് ക്വാളിറ്റി കൂടെ ഇവിടെ നിന്ന് അടിക്കുന്നുണ്ട്. എന്തായാലും കാർലോ ഇവിടെ നിൽപ്പുണ്ട്. സോനുവിലേക്ക് പോയി കഴിഞ്ഞാൽ സോനു കണ്ടു. സോനുവിൻ്റെ മോളിൽ നിന്ന് അടി വീഴുന്നുണ്ട്. ഒരു രക്ഷയില്ല. അഡ്മിറൽ കൽബിൻ്റെ അടിയാണ്. ഒരു രക്ഷയില്ല. എന്തായാലും താഴെ നിൽപ്പുണ്ട്. ഒരു രക്ഷയില്ല. മിക്കവാറും കില്ലെടുക്കും. ഒരു രക്ഷയില്ല. എന്തായാലും അഡ്മിറൽ ടീമിൻ്റെ കൽബ് താഴെ നിന്ന് മുകളിലേക്ക് നോക്കുന്നുണ്ട്. കൽബ് ഇവിടുന്ന് അടിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. എന്തായാലും ഫ്രണ്ടിലേക്ക് കയറുന്നുണ്ട്. സോനു ഫ്രണ്ടിലേക്ക് കയറുന്നുണ്ട്. ഒരു രക്ഷയില്ല. ഫ്രണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ റെഡ് ഔട്ടിന് സ്പ്രേ പോകുന്നുണ്ട്. അത് അഡ്മിറലിൻ്റെ മണ്ടയ്ക്കാണ്. റെഡ് ഔട്ടിന് സ്പ്രേ പോകുന്നുണ്ട്. റെഡ് ഔട്ടിന് ഫ്രണ്ടിലേക്ക് സ്പ്രേ പോകുന്നുണ്ട്. കയറി പുഷ് ചെയ്യും. എന്തായാലും റേജ് ഗോസ്റ്റ് അടിക്കുന്നുണ്ട്. റേജ് ഗോസ്റ്റിൻ്റെ കൽബ് ഫ്രണ്ടിലേക്ക് അടിക്കുന്നുണ്ട്. എന്തായാലും AKMൻ്റെ സ്പ്രേ നമുക്ക് കാണാം. എന്തായാലും ഏരിയസിൻ്റെ സോനു ഫ്രണ്ടിലേക്ക് കയറുന്നു. അഡ്മിറൽ ടീമിൻ്റെ കൽബിൻ്റെ ലൈഫ് കുറവാണ്. കാർലോയെ അവിടെ നോക്കാക്കി. എന്തായാലും ഫ്രണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ആ സ്പ്രേ കാണാം. എന്തായാലും അഡ്മിറലിൻ്റെ ഒരു മെമ്പർ അവിടെ നോക്കായി. റേജ് ഗോസ്റ്റ് CLG തമ്മിൽ അടിക്കുന്നുണ്ട്. ഏരിയസിൻ്റെ റവാൻ എന്തായാലും അവിടെ അടിച്ചിട്ടുണ്ട്. ഗ്രൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നത് അഡ്മിറൽ ടീമിൻ്റെ കൽബാണ്. എന്തായാലും ഒരു മെമ്പർ നോക്ക്. ആദർശ് എൻ്റെ പൊന്നുമോനെ അവിടെ ഏരിയസിൽ നിന്ന് അഡ്മിറൽ ടീമിനെ എടുത്ത് വിട്ടിരിക്കുന്നു. ഒരു രക്ഷയില്ല. അപ്പോൾ അഡ്മിറൽ ടീം ഫുൾ ഫിനിഷായി. എനിക്ക് തോന്നുന്നു അവിടെ റേജിൻ്റെ അടി നടന്നായിരുന്നു. റേജിൻ്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ റേജിൻ്റെ 2 മെമ്പർ നിന്ന് CLGയുടെ മെമ്പറുമായിട്ട് അടിക്കുന്ന ഞാൻ കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ CLGയുടെ ഒരു മെമ്പറിനെ നോക്ക് കില്ലെടുത്ത് വിട്ടു. എനിക്ക് തോന്നുന്നു ബാക്കി ഇനി 2 മെമ്പർ മാത്രം. CLGയും റേജും നേർക്ക് നേരെ നിൽക്കുന്ന കാഴ്ച. എനിക്ക് തോന്നുന്നു കോൺട്ര അവിടെ എനിക്ക് തോന്നുന്നു മറ്റാരുമല്ല. അവിടെ ഗോസ്റ്റിനെ നോക്കാക്കിയിട്ടുണ്ട്. നൈസ് ക്വാളിറ്റി കൂടെ നിന്ന് BTM ബ്രൂഗി നൈസ് ക്വാളിറ്റി കൂടെ നിന്ന് 6xൻ്റെ സ്പ്രേ ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു ഫിനിഷ്
ഫിനിഷ് ചെയ്തു നൈസ് ക്വാളിറ്റി കൂടെ അവിടെ ഫിനിഷ് ചെയ്തു. എന്തായാലും അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു റേജിനെ അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടിരിക്കുന്നു. എന്തായാലും ഫ്രണ്ടിലേക്ക് കയറുന്നുണ്ട്. എന്തായാലും BTM പ്രൂഗി നൈസ് ക്വാളിറ്റി കൂടെ 2 കില്ലെടുത്ത് വിട്ടിരിക്കുന്നു. എന്തായാലും അവിടെ റേജിനെ വൈപ്പ് ചെയ്ത് വിട്ടിരിക്കുന്നു. എന്തായാലും ഒരു രക്ഷയില്ല. എന്തായാലും അവിടെ റേജ് ടീമിനെ വൈപ്പ് ചെയ്ത് ആക്ടിൻ്റെ ടീം അടിക്കുന്നുണ്ട്. അവിടെ അടിക്കുന്നത് മറ്റൊരു ടീമുമല്ല, അൺസ്റ്റോപ്പബിൾ ടീമും തമ്മിലുള്ള അടി. ആക്ട് ടീമും അൺസ്റ്റോപ്പബിൾ ടീമും തമ്മിലുള്ള അടി. എനിക്ക് തോന്നുന്നു അൺസ്റ്റോപ്പബിൾ ടീമിനെ എടുത്ത് വിട്ടുകൊണ്ട് ആക്ടിൻ്റെ ടീം NOSൻ്റെ ടീമിനെ അടിക്കുന്നുണ്ട്. ഈ വാറിനെ മാത്രം ബാക്കി. NOS ടീമിനെ അടിക്കുന്ന ടീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ടീമുമല്ല. ഏത് ടീമാണെന്ന് നോക്കിയാൽ സെലോഡ്സ് ആഷ് എയിമിനെ അടിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. എന്തായാലും ഫ്രണ്ടിൽ നിൽക്കുന്ന OM ടീമിനുമായി NOS ടീം നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളത് NOS ടീമിൻ്റെ ഒരേ ഒരു കൽബ് NOSൻ്റെ വാറിനെ മുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എക്സെപ്ഷനും BRും തമ്മിൽ അടിക്കുന്നുണ്ട്. സെലോഡ്സ് എയിമിനെ അടിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. സെലോഡ്സ് ടീമിലേക്ക് പോയി കഴിഞ്ഞാൽ സെലോഡ്സ് ടീമിൻ്റെ കൽബിലേക്ക് പോയി കഴിഞ്ഞാൽ തൊട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ സെലോഡ്സ് ടീമും എയിം ടീമിൽ തമ്മിൽ അടിക്കുന്നുണ്ട്. ഫ്രണ്ടിൽ കയറി നിന്ന് കോപ്സ് ടീമിൻ്റെ ഒരു കൽബ് ഹൈവാൻ അവിടെ നിൽപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഹൈവാനെ കണ്ടു കഴിഞ്ഞു. എയിം ടീമിൻ്റെ ഹൈവാനെ കണ്ടു കഴിഞ്ഞു. ഒരു രക്ഷയില്ല. എയിം ടീമിൻ്റെ ഹൈവാനെ കണ്ടു കഴിഞ്ഞു. ഒരു രക്ഷയില്ല. ഫ്രണ്ടിലേക്ക് കയറുന്നുണ്ട്. എന്തായാലും കയറി പുഷ് ചെയ്യും. ഒരു രക്ഷയില്ല. ഹൈവാനെ എടുത്തു. ഹൈവാനെ അടിച്ചു. ഹൈവാനെ അവിടെ കില്ലെടുത്ത് വിട്ടിരിക്കുന്നു. ഒരു രക്ഷയില്ല. എൻ്റെ പൊന്നു മോനെ ഹൈവാനെ എയിം ടീമിൻ്റെ ഹൈവാനെ അവിടെ തകർത്ത് കളഞ്ഞു. എന്തായാലും ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ല. ലോലൻ നിന്ന് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. എന്തായാലും സാക്കിനെ എടുത്തു. അതുപോലെ തന്നെ എന്തായാലും എയിമിനെ എടുത്തിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ടീം ഫുൾ 6 കില്ലായി സെറ്റായി. അവരുടെ സ്ട്രിപ്പിനെ നഷ്ടപ്പെട്ടു. AGDയും നെക്സലും തമ്മിലുള്ള അടി. നെക്സൽ ടീമിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നെക്സൽ അടിക്കുന്ന മറ്റൊരു ടീമിനും തമ്മിലുള്ള നെക്സലിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ കൽബ് നെക്സലിനെ കാണാൻ കഴിയുന്നില്ല. നെക്സലിലേക്ക് പോയി കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ നേരെ നിൽക്കുന്നത് എൻ്റെ പൊന്നുമോനെ നെക്സൽ അവിടെ അടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏതോ ഒരു ടീമിനെ ഫിനിഷ് ചെയ്ത് വിട്ടു. എന്തായാലും ഫ്രണ്ടിൽ നിൽക്കുന്നത് നൈസ് ക്വാളിറ്റി ഗെയിം പ്ലേ എന്ന് പറയുന്നുണ്ട്. ഒരു രക്ഷയില്ല. നേരെ നിൽക്കുന്നത് മറ്റൊരു ടീമുമല്ല, നെക്സൽ ടീമും. നേരെ നിൽക്കുന്നത് എക്സെപ്ഷൻ്റെ ടീമും. ബാക്കിൽ IGD ടീമും ഏരിയസ് ടീമും നിൽപ്പുണ്ട്. ഒരു രക്ഷയില്ല. ഏരിയസിൻ്റെ സോനും അവിടെ നോക്ക്. അവിടെ IGDയും എൻ്റെ പൊന്നുമോനെ അവിടേക്ക് പോവാം. IGDയിലെ ഒരു മെമ്പർ നോക്ക്. IGDയുടെ ട്രൂപ്പ് അവിടെ നോക്ക്. നൈസ് ക്വാളിറ്റി കൂടെ ഏരിയസിൻ്റെ ഒരു കൽബിനെ അവിടെ നോക്കാക്കിയിരിക്കുന്നു. തൊട്ട് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് അപ്പുറവിലേക്ക് പോയി കഴിഞ്ഞാൽ ഏരിയസിൻ്റെ അടുത്ത മെമ്പർ അവിടെ നോക്ക്. എനിക്ക് തോന്നുന്നു ഏരിയസ് ട്രൂപ്പിനെ മാത്രം നോക്കാക്കിക്കൊണ്ട് ബാക്കി 2 മെമ്പറിനെ അവിടെ നോക്കാക്കി. എനിക്ക് തോന്നുന്നു ഡാഡി ഇവിടെ നോക്ക്. ഫുൾ ഓപ്പൺ ഏരിയ. ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു നൈസ് ക്വാളിറ്റി കൂടെ സോനുവിനെ റവാൻ അവിടെ പൊക്കിയെടുക്കും. ഒരു രക്ഷയില്ല. ബാക്കിൽ എന്തായാലും നൈസ് ക്വാളിറ്റി കൂടെ പൊക്കിയെടുക്കുന്നുണ്ട്. ട്രൂപ്പ് അവിടെ പൊങ്ങും. ഒരു രക്ഷയില്ല. എന്തായാലും നേർക്ക് EXPയുടെ കൽബ് AGDയുടെ കൽബിനെ അടിക്കുന്നുണ്ട്. AGDയുടെ സ്റ്റാർ ലോഡ് അടിച്ചിട്ടുണ്ട്. EXPയുടെ അപരനെ അടിച്ചിരിക്കുന്നു. എൻ്റെ പൊന്നുമോനെ സ്റ്റാർ ലോഡ് നിന്ന് AGDയുടെ സ്റ്റാർ ലോഡ് നിന്ന് EXP ടീമിനെ എടുത്ത് വിട്ടിരിക്കുന്നു. EXP ടീമിനെ AGD എന്ന് എടുത്ത് വിട്ടിരിക്കുന്ന ഒരു കാഴ്ച. ഒരു രക്ഷയില്ല. അപ്പോൾ AGDയുടെ ഫൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഓസമും സ്റ്റാർലോഡ് നിന്ന് ഓസത്തിനെ മാത്രം അവിടെ നോക്കാക്കാൻ കഴിഞ്ഞു. പക്ഷേ EXP തിരിച്ചടിച്ചു. അവിടെ എന്തായാലും FO ടീം കയറി സെലോഡ്സിനെ അടിക്കുന്നുണ്ട്. FO ടീമും സെലോഡ്സിലെ ഒരു മെമ്പറിനെ അവിടെ തൂക്കി വിട്ടിരിക്കുന്നു. സെലോഡ്സിലെ ഒരു മെമ്പറിനെ എടുത്ത് വിട്ടിരിക്കുന്നു. നോക്കിക്കഴിഞ്ഞാൽ ലോലൻ അവിടെ നോക്ക്. നേരെ നിൽക്കുന്നത് FO ടീം. ആഷ് അവിടെ എന്തായാലും കില്ലെടുത്ത് വിട്ടിരിക്കുന്നു. ഒരു മെമ്പറിനെ കൺഫേം ചെയ്തിരിക്കുന്നു. ലൂഗയും ഏരിയസും തമ്മിൽ അടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏരിയസിനെ ഫുള്ളായിട്ട് ലൂഗയല്ല, എനിക്ക് തോന്നുന്നു IGD വൈപ്പ് ചെയ്ത് വിട്ടു. IGD ലൂഗ എന്തായാലും ഏരിയസിനെ അടിച്ചിട്ടുണ്ട്. എക്സെപ്ഷൻ്റെ ലോൺ വോൾഫ് എന്തായാലും AST ടീമിനെ അടിക്കുന്നുണ്ട്. നെക്സൽ ടീം എക്സെപ്ഷനെ അടിക്കുന്നുണ്ട്. എന്തായാലും അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സലും എക്സെപ്ഷനും എന്തായാലും കുറച്ച് മുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നെക്സൽ ടീമും AST ടീമിൻ്റെ കൽബുകളും എക്സെപ്ഷനും നിൽപ്പുണ്ട്. ലോൺ വൂൾഫ് മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത്. എന്തായാലും അവിടെ നെപ്പോളിയൻ്റെ ഒരു സ്പ്രേ പോകുന്നുണ്ട്. എക്സെപ്ഷൻ്റെ നെപ്പോളിയനാണോ അല്ല, ലോൺ വൂൾഫിൻ്റെ നെപ്പോളിയൻ്റെ സ്പ്രേ തന്നെ അല്ല. 3 മെമ്പറുണ്ട്. എന്തായാലും അവിടെ ഒരു മെമ്പർ നോക്ക്. എന്തായാലും ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ട്. സ്പ്രേ പോകുന്നുണ്ട്. നേരെ നിൽക്കുന്ന AST ടീമാണ്. നെക്സൽ ടീമിൻ്റെ കൽബുകൾ നിൽപ്പുണ്ട്. നേരെ കോപ്സ് ടീം നിൽപ്പുണ്ട്. എന്തായാലും സോണിൽപ്പെട്ടു. എക്സെപ്ഷൻ സോണിൽപ്പെട്ടിരിക്കുന്നു. എന്തായാലും ഫ്രണ്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ നെക്സൽ ടീം നിൽപ്പുണ്ട്. ASTയുടെ ഒറ്റ കൽബ് ഫ്രണ്ടിൽ നിൽക്കുന്നു. എന്തായാലും അപ്പുറമാണ്. ഇവർക്ക് എന്തായാലും ഇവിടുന്ന് വെള്ളം കടന്ന് അപ്പുറത്ത് പോകേണ്ട വരും. ഫ്രണ്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ നെക്സൽ ടീം എന്തായാലും ബ്രിഡ്ജിനകത്തൂടെ മുകളിലേക്ക് കയറുന്നു. ഫ്രണ്ടിലേക്ക് കയറുന്നു. അവിടെ നിൽക്കുന്ന ASTയുടെ കൽബാണ്. ASTയുടെ കൽബിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ASTയുടെ കൽബിൽ കമൻട്രി ചാറ്റ് വായിക്കാൻ പറയുന്നുണ്ട്. കൽബ് ഞാൻ വായിക്കാം, എനിക്ക് അടി കവർ എടുക്കാൻ പറ്റില്ല. ASTയുടെ കൽബ് ഇവിടെ നിൽപ്പുണ്ട്. നൈസ് ക്വാളിറ്റി കൂടെ എന്തായാലും കോപ്സിൽ 2 മെമ്പർ നോക്ക്. നെക്സൽ ടീമിൽ നിന്ന് എക്സെപ്ഷൻ അടിക്കുന്നുണ്ട്. എക്സെപ്ഷൻ്റെ ഒരു മെമ്പർ മാത്രം, ലോൺ വൂൾഫ് മാത്രം നൈസ് എന്ന് പറയുന്നുണ്ട്. ഒരു രക്ഷയില്ല. ഷബീർ കോട്ടുകലാണെന്ന് തോന്നുന്നു. ഒരു രക്ഷയില്ല. എന്തായാലും ഷബീർ കോട്ടുകൾ എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നൈസ് ക്വാളിറ്റി കൂടെ ഇവിടെ ലോൺ വൂൾഫ് എഴഞ്ഞും നീന്തിയും ഒക്കെ ഫ്രണ്ടിലേക്ക് കിടക്കുന്നു. ഒരു രക്ഷയില്ല. എന്തായാലും നീന്തി തോപ്പിക്കാം. ഒരു രക്ഷയില്ല. എന്തായാലും നെപ്പോളിയനെ അവിടെ വിട്ട് കളഞ്ഞുകൊണ്ട് ലോൺ വൂൾഫ് ഫ്രണ്ടിലേക്ക് കയറുന്നു. ഒരു രക്ഷയില്ല. എന്തായാലും എക്സെപ്ഷൻ അവിടെ
വിട്ട് കളഞ്ഞിരിക്കുന്നു. എക്സെപ്റ്റ് സോൻ്റെ നെപ്പോളിയൻ അവിടെ വിട്ട് കളഞ്ഞിരിക്കുന്നു. ലോൺ വൂൾഫ് ഫ്രണ്ടിലിരിക്കുന്നു. എന്തായാലും കൽബുകളെ ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് നിങ്ങൾക്ക് ഒരു വീണ്ടും എക്കോ അടിക്കുന്നത് വേറൊന്നുമല്ല. എൻ്റെ കൽബുകൾ ഇവിടെ ഇരുന്ന് എന്തായാലും ലൈവ് കാര്യങ്ങളെല്ലാം സെറ്റായിട്ട് കാണുന്നുണ്ട്. ഒരു രക്ഷയില്ല. എന്തായാലും ലൈവ് ചാറ്റിൽ കൂടെ ഷെബീർ തന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ കൽബ് തന്നെ ഷെബീർ ഇവിടെ നൈസ് ക്വാളിറ്റി കൂടെ മെസ്സേജൊക്കെ അടിച്ചു വിടുന്നു. ഒരു രക്ഷയില്ല. എന്തായാലും FO ടീം എന്ന് പറയുന്നുണ്ട്. ഒരു രക്ഷയില്ല. എന്തായാലും അവിടെ കോപ്സ് ടീമിലേക്ക് പോയി കഴിഞ്ഞാൽ നൈസ് ക്വാളിറ്റി കൂടെ QBയിൽ IGDയുടെ അടി, IGDക്ക് അടി, കോപ്സിൻ്റെ ക്യാപ്റ്റൻ IGDക്ക് QBൻ്റെ അടി. ഒരു രക്ഷയില്ല. അപ്പുറത്ത് വിട്ടുപോയി നൈസ് ക്വാളിറ്റി കൂടെ QBനെ അടിക്കുന്നുണ്ട്. അവിടെ ഗുലാനെ നൈസ് ക്വാളിറ്റി കൂടെ ക്യാപ്റ്റൻ നിന്ന് അടിച്ചിരിക്കുന്നു. നൈസ് ക്വാളിറ്റി കൂടെ ഗുലാനെ അവിടെ നോക്കാക്കിയിരിക്കുന്നു. ഒരു രക്ഷയില്ല. എന്തായാലും ട്രൂപ്പർ അവിടെ നിൽപ്പുണ്ട്. സെലോട്സ് ആഷ് IGD അടിക്കുന്നുണ്ട്. എൻ്റെ പൊന്നുമോനെ IGD അടിച്ച് നോക്കാക്കുന്നുണ്ട്. എന്തായാലും സെലോട്സിൻ്റെ ആഷ് മാത്രം ഇല്ല. എൻ്റെ പൊന്നുമോനെ ലോലൻ ബാക്കിയുണ്ട്. ലോലിനെ തിരിച്ചു പൊക്കിയിരിക്കുന്നു. ഒരു രക്ഷയില്ല. എന്തായാലും ആ ടീമിനെ നേരത്തെ നിന്ന് ഫൈറ്റ് എടുത്ത ആ ടീമിനെ ഫുൾ വൈപ്പ് ചെയ്തുകൊണ്ട് ടീം ഫുൾ 9 കില്ല്. ലോലൻ ബാക്കിയുണ്ട്. എന്തായാലും ഫ്രണ്ടിലേക്ക് കയറണം. ഡെവിൽ മോനെ വിഷയം കമൻട്രി ദാവൂദി എന്ന് പറയുന്നുണ്ട്. സാക്കിൻ്റെ ഡെവിൽ ഒരു രക്ഷയില്ല. എന്തായാലും സാക്കിൻ്റെ ഡെവിൽ ലൈവ് ചാറ്റിൽ കൂടെ എന്തായാലും വിഷയം കമൻട്രി എന്ന് പറയുന്നുണ്ട്. ഒരു രക്ഷയില്ല. സാക്കിൻ്റെ ഡെവിലിന് ഇരിക്കട്ടെ ഒരു പുനർജാനം. AGDയും ആക്റ്റും തമ്മിലടിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. AGDയും ആക്റ്റും തമ്മിൽ. ആക്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ചെതു അവിടെ നോക്ക് നേർക്ക് നേരെ നിൽക്കുന്ന AGD ഒരു രക്ഷയില്ല. AGD എന്തായാലും ഒരു ടീമിനെയൊക്കെ വൈപ്പെടുത്തു. EXP ടീമിനെ വൈപ്പെടുത്തു. എനിക്ക് തോന്നുന്നു ഇവിടെ നിൽക്കുന്ന AGDയുടെ സ്റ്റാർ ലോഡ് ഒരു രക്ഷയില്ല. AGDയുടെ സ്റ്റാർ ലോഡ് നൈസ് ക്വാളിറ്റിയിൽ നിന്ന് M24 നോക്കായിരുന്നു. അത് ആക്ടിൻ്റെ ചെതുവിൻ്റെ തലയ്ക്ക് നോക്കി M24 നോക്ക് വീണു. AGDയുടെ സ്റ്റാർ ലോഡ് ഒരു രക്ഷയില്ല. എന്തായാലും രണ്ടും ഓസവും സ്റ്റാർ ലോഡും ഇവിടെ സെറ്റാണ്. എനിക്ക് തോന്നുന്നു ടൈറ്റാൻ അവർക്ക് നഷ്ടപ്പെട്ടു. വിജയണ്ണൻ ഉയർന്ന് പറയുന്നുണ്ട്. കൽബെ വിജയണ്ണൻ ഒരു 9 ദിവസം കഴിയുമ്പോൾ നമ്മുടെ അണ്ണൻ്റെ ബർത്ത്ഡേ ആടാ കൽബെ. ഒരു രക്ഷയില്ല. പൊളിക്കണ്ട കൽബെ. എന്തായാലും നമ്മുടെ അണ്ണൻ്റെ ബർത്ത്ഡേക്ക് വരികയാണ്. വിജയണ്ണൻ ഉയർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൻപാ നീ ഉയര് തന്നെ. ഒരു രക്ഷയില്ല. ഷെബീർ അവിടെ നയിച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ZLGയുടെ കൽബ് അവിടെ നിന്ന് അടിക്കുന്നു. ZLGയുടെ കൽബിലേക്ക് പോയി കഴിഞ്ഞാൽ FOയും എക്സെപ്റ്റ് സോനും ZLGയും തമ്മിലുള്ള ഫൈറ്റാണ്. എന്തായാലും ഒറ്റ മെമ്പർ ലോൺ വൂൾഫ് മാത്രം നൈസ് ക്വാളിറ്റി കൂടെ നിന്ന് ZLG അടിക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു ZLG വൈപ്പ് ചെയ്ത് വിട്ടോ. ഇല്ല, അവിടെ ZLGയുടെ ഹോക്കിനെ അവിടെ നോക്കാക്കാൻ കഴിഞ്ഞു. നൈസ് ക്വാളിറ്റി കൂടെ ലോൺ വൂൾഫ് 4 കില്ലെടുത്തുകൊണ്ട് ZLGയുടെ ഒരു മെമ്പറിനെ മാത്രം അവിടെ നോക്കാക്കാൻ കഴിഞ്ഞു. എന്തായാലും ഫ്രണ്ടിലേക്ക് കയറുന്നുണ്ട്. ലോൺ വൂൾഫ് ഫ്രണ്ടിലേക്ക് കയറുന്നുണ്ട്. എന്ത് ഫുഡ് എന്ന് ചോദിക്കുന്നുണ്ട്. നൈറ്റ് എന്ത് ഫുഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമോനെ ഒരു ചിക്കൻ ബിരിയാണി തന്നെ. നൈറ്റ് എന്തായാലും ഒരു ചിക്കൻ ബിരിയാണി തന്നെ. എന്തായാലും ലോൺ വൂൾഫ് ഫ്രണ്ടിലേക്ക് കയറുന്നുണ്ട്. ഇവിടെ എന്തായാലും ലോൺ വൂൾഫിന് അടി കൊള്ളുന്നുണ്ട്. എന്തായാലും കോപ്സിൻ്റെ വാൾക്കർ എന്തായാലും അവിടെ സെലോട്സിൻ്റെ ആശിനെ അടിക്കുന്നുണ്ട്. അവിടെ അടിക്കുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് കയറുന്നുണ്ട്. എന്തായാലും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെലോട്സിൻ്റെ ഒരു മെമ്പർ അവിടെ നോക്ക്. എന്തായാലും ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെലോട്സിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെലോട്സിനെ എനിക്ക് തോന്നുന്നു ഫുള്ളായിട്ട് അവിടെ വൈപ്പ് ചെയ്ത് വിട്ടു. സെലോട്സ് ലോലിനെയും എടുത്ത് വിട്ടു. എനിക്ക് തോന്നുന്നു കോപ്സിൻ്റെ വാൾക്കർ അവിടെ നോക്ക്. കോപ്സിൻ്റെ ഒരു മെമ്പർ അവിടെ നോക്ക്. വാൾക്കർ നോക്കില്ല. 2 മെമ്പറുണ്ട്. ക്യാപ്റ്റനെ അവർ കില്ലെടുത്ത് വിട്ടു. ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ FO ടീമിൻ്റെ ഒരു കൽബ് ബാക്കിൻ്റെ അടി വരുന്നു. മറ്റൊരു ടീമിൻ്റെയും അല്ല എക്സെപ്റ്റ് സോൻ്റെ അടി വരുന്നു. എക്സെപ്റ്റ് സോൻ നൈസ് ക്വാളിറ്റി കൂടെ കോപ്സിൻ്റെ വാൾക്കറിനെ അവിടെ നോക്കാക്കിയിരിക്കുന്നു. കുറച്ചപ്പുറയിലേക്ക് പോയി കഴിഞ്ഞാൽ 7 ടീമും 17 മെമ്പേഴ്സും നേരെ ഓപ്പോസിറ്റ് ഏറ്റവും മുകളിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നത് CLG ടീം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ AGD ടീം. ഇവിടെ നോക്കി കഴിഞ്ഞാൽ FO ടീമിൻ്റെ ഒരേ ഒരു കൽബ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ എക്സെപ്റ്റ് സോൻ്റെ ടീം ഒരു രക്ഷയില്ല. എന്തായാലും ബാക്കിൽ നിന്നൊക്കെ അടി വരുന്നുണ്ട്. കോപ്സിൻ്റെ വാൾക്കറിനെ തിരിച്ച് പൊക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കോപ്സിൻ്റെ വാൾക്കറിനെ തിരിച്ച് പൊക്കുന്നുണ്ട്. എക്സെപ്റ്റ് സോൻ്റെ ഒറ്റ മെമ്പർ ലോൺ വൂൾഫ് മാത്രം. ഇവിടെ നിന്ന് AGDയുടെ കൽബുകൾ FOൻ്റെ കൽബുകളെ അടിക്കുന്നുണ്ട്. FOൻ്റെ ടീമിനെ അടിക്കുന്നുണ്ട്. FO ടീമിനെ അടിക്കുന്നുണ്ട്. FOൻ്റെ കൽബുകളെ അടിക്കുന്നുണ്ട്. ഡെത്ത് വിഷനെ അടിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. എന്തായാലും ഡെത്ത് വിഷൻ ലൈഫൊക്കെ സെറ്റാക്കി. ഒരു രക്ഷയില്ല. നേർക്ക് നേരെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ AGDയുടെ കൽബുകൾ എന്തായാലും വെള്ളത്തിൽ കൂടെ ഫ്രണ്ടിലേക്ക് കയറി വരുന്നു. കോപ്സിൻ്റെ ഒരു മെമ്പർ അവിടെ നോക്ക്. കോപ്സിൻ്റെ വാൾക്കർ അവിടെ നോക്ക്. അവിടെ നോക്കി കഴിഞ്ഞാൽ ആക്ടിൻ്റെ കൽബുകൾ അവിടെ നിൽപ്പുണ്ട്. എന്തായാലും ZLGയുടെ മെമ്പർ അവിടെ സ്മൈൽ കില്ലറൊക്കെ നിൽപ്പുണ്ട്. ZLGയുടെ കൽബുകൾ നിൽപ്പുണ്ട്. എന്തായാലും NVTയുടെ കൽബുകൾ നിൽപ്പുണ്ട്. BTMൻ്റെ പ്രൂഗി ZLG ടീം അവിടെ നിന്ന് സ്പ്രേ വരുന്നുണ്ട്. BTMൻ്റെ പ്രൂഗി നൈസ് ക്വാളിറ്റി കൂടെ വന്ന് അവിടെ ഒരു മെമ്പറിനെ നോക്കാക്കി ഫ്രണ്ടിലേക്ക് കയറുന്നുണ്ട്. എന്തായാലും ZLGയുടെ 2 മെമ്പർ വൂൾഫും അവിടെ ഹോക്കും അവർക്ക് നഷ്ടപ്പെട്ടു. എന്തായാലും ഫ്രണ്ടിലേക്ക് കയറുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഫുള്ള് മുകളിലാണ്. എൻ്റെ പൊന്നുമോനെ താഴോട്ട് ചാടി ആത്മഹത്യ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കൽബെ നിന്നെ ഞാൻ സമ്മതിക്കില്ലടാ. AGDയുടെ ഓസം അവിടെ എനിക്ക് തോന്നുന്നു വെള്ളത്തിൽ കൂടെ നീന്തി കയറി വന്നപ്പോൾ നൈസ് ക്വാളിറ്റിയുടെ FOയുടെ ഡെത്ത് വാഷ് അവിടെ അടിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു രക്ഷയില്ല. സ്റ്റാർ ലോണിനെ അവിടെ എടുത്ത് വിട്ടു. പ്ലേ സോണിൽ വീണ് ചത്തു. എന്തായാലും ഒരു രക്ഷയില്ല. AGDക്കും അവിടെ വിട പറയേണ്ടി വന്നു. എന്തായാലും നോക്കിക്കഴിഞ്ഞാൽ നേർക്ക് നേരെ BTMൻ്റെ പ്രൂഗി CLGയുടെ പ്രൂഗി അവിടെ നിൽപ്പുണ്ട്. FO ടീമും നേർക്ക് നേരെ നിൽപ്പുണ്ട്. എന്തായാലും താഴെ നോക്കി കഴിഞ്ഞാൽ NVTയുടെ കൽബ് നിൽപ്പുണ്ട്. സ്ട്രിപ്പ് ബിഗ് ഫാൻ. എൻ്റെ പൊന്നുമോനെ സെലോട്സിൻ്റെ ലിയോ സ്ട്രിപ്പ് ബിഗ് ഫാൻ എന്ന് പറയുന്നുണ്ട്. ഒരു രക്ഷയില്ല. ആക്ടിൻ്റെ ടോണി
ആക്ടിൻ്റെ ടോണി നൈസ് ക്വാളിറ്റി കൂടെ നിന്ന് NVTയുടെ ഒരു മെമ്പറിനെ NVTയുടെ ബീനിനെ എടുത്തു വിട്ടില്ല, നോക്കാക്കി. എനിക്ക് തോന്നുന്നു ഫ്രണ്ടിലേക്ക് കയറും. ആക്ടിൻ്റെ ടോണി നൈസ് ക്വാളിറ്റി കൂടെ ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്യുന്നുണ്ട്, ഒരു രക്ഷയില്ല. എന്തായാലും ഇവിടെ നേരെ നിൽക്കുന്നത് മറ്റാരുമല്ല, എന്തായാലും NVT സെറ്റാണ്. റെഡ് റോക്കും ടീമും എല്ലാം നിൽപ്പുണ്ട്, ഒരു രക്ഷയില്ല. NVT അടിക്കും, തിരിച്ചടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നൈസ് ക്വാളിറ്റി കൂടെ ഒരു മൊണോട്ട ഫ്രണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു നേടും എന്തായാലും ആക്ടിൻ്റെ ടോണിയുടെ മണ്ടയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആക്ടിൻ്റെ 3 മെമ്പർ അവർക്ക് അവിടെ ഭാരത്തിനെ നഷ്ടപ്പെട്ടു. എന്തായാലും എൻ്റെ പൊന്നുമോനെ റെഡ് റോക്ക് ഇട്ട ഈ ബോംബ് നൈസ് ക്വാളിറ്റി കൂടെ ഡാമേജ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ബ്രോ കാണിക്ക് ബ്രോ എന്ന് പറയുന്നുണ്ട്, FOയെ കാണിക്ക് ബ്രോ എന്ന് പറയുന്നുണ്ട്. സ്ട്രിപ്പ് പാഠമായി ബ്രോ ഈരുന്നൊക്കെ പറഞ്ഞു. കൽബെ സ്ട്രിപ്പിനെ നിങ്ങൾ തന്നെ പൊക്കി പറയും, വീണ്ടും താഴ്ത്തി പറയും, അത് ശരിയില്ല. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ബിഗ് ഫാനുള്ള മറ്റാരുമല്ല സ്ട്രിപ്പ് തന്നെയാണ്. എന്തായാലും NVTയുടെ ബീൻ്റെ ലൈഫ് എല്ലാം സെറ്റാക്കും. തിരിച്ച് ലോൺ വോൾഫ് ബിഗ് ഫാൻ എന്ന് പറയുന്നുണ്ട്, ഒരു രക്ഷയില്ല. എന്തായാലും ഇവിടുന്ന് അടി പോകുന്നുണ്ട് റെഡ് റോക്ക്. എന്തായാലും അവർ സെറ്റായി തിരിച്ച് ആ മെമ്പറിനെ പൊക്കി. എന്തായാലും ബ്ലിങ്കിങ് ഐസ് ഇവിടുന്ന് പ്രൂഗിയുടെ ഒക്കെ അടി വരുന്നുണ്ട്. BTM പ്രൂഗി CLGയുടെ ടീമിൻ്റെ അടി വരുന്നുണ്ട്. NVTയുടെ ഒരു മെമ്പറിനെ അവിടെ നോക്കാക്കാൻ കഴിഞ്ഞു. എന്തായാലും NVTയുടെ ബീൻ അവിടെ മിക്കവാറും നോക്കാവും. എനിക്ക് തോന്നുന്നു നോക്കായി. മുകളിൽ നിന്ന് CLGയുടെ പ്രൂഗിയുടെ അടിയായിരുന്നു അവിടെ. എനിക്ക് തോന്നുന്നു NVTയുടെ 2 മെമ്പർ അവിടെ നോക്ക് ഫ്രണ്ടിലേക്ക് കയറുന്നുണ്ട്. നേരെ നിൽക്കുന്ന FO ടീമും അവിടെ കോപ്സിൻ്റെ കൽബുകൾ നിൽപ്പുണ്ട്, ഒരു രക്ഷയില്ല. എന്തായാലും അവിടെ ആക്ടിൻ്റെ ചെതുവിനെ അവിടെ നൈസ് ക്വാളിറ്റി കൂടെ നോക്കാക്കി വിട്ടിരിക്കുന്നു. തിരിച്ചു പൊക്കും. ബ്ലിങ്കിങ് ഐസ് ഇവിടെ നിന്ന് തിരിച്ചു പൊക്കും. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ XF7 ബിഗ് ഫാൻ എന്ന് പറയുന്നുണ്ട്, ഒരു രക്ഷയില്ല. XF7ൻ്റെ നെപ്പോളിയിൽ നിന്ന് ഒരു രക്ഷയില്ലാത്ത കളി, 4 കില്ലൊക്കെ. എന്തായാലും കോപ്സും FOയും തമ്മിൽ ഫൈറ്റ് എടുക്കുന്നു. FOയും തമ്മിൽ ഫൈറ്റ് എടുക്കുന്ന ഒരേ ഒരു കാഴ്ച. എന്തായാലും നൈസ് ക്വാളിറ്റി കൂടെ നിന്ന് FOയുടെ ഒരു കൽബ് കോപ്സിനെ എടുത്ത് വിട്ടിരിക്കുന്നു. എന്തായാലും ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ CLG ടീമും ഇനിയുള്ള 4 ടീംസും 7 മെമ്പേഴ്സും ഒരു രക്ഷയിൽ. എന്തായാലും ആക്ടിൻ്റെ ടീമും എൻ്റെ പൊന്നുമോനെ ആക്ടിൻ്റെ ടീമിനെ അടുത്ത നോക്കിയിട്ടിരിക്കുന്നു. എന്തായാലും അവിടെ നൈസ് ക്വാളിറ്റി കൂടെ നിന്ന് ബ്ലിങ്കിങ് എൻ്റെ പൊന്ന് കൽബ് അവിടെ നിന്ന് എന്തായാലും ആക്ടിൻ്റെ ടോണി അവിടെ നോക്കിയിട്ടിരിക്കുന്നു. 2 മെമ്പർ നോക്ക്. ഇനി ചെതു മാത്രം ഫ്രണ്ടിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആക്ട് ടീമിനെ മിക്കവാറും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ടോണി അവിടെ കില്ലെടുത്ത് വിടും എന്ന് എനിക്ക് തോന്നുന്നു. ഫ്രണ്ടിലേക്ക് കയറുന്നുണ്ട്, ഒരു രക്ഷയില്ല. എന്തായാലും ഫ്രണ്ടിലേക്ക് കയറുന്നുണ്ട് ആക്ടിൻ്റെ ടീമിനെയും. എന്തായാലും ഇവിടെ നോക്കി കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മോനെ അവിടെ റെഡ് റോക്ക് നിൽപ്പുണ്ട്. റെഡ് റോക്ക് നിന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു അവിടെ സ്മൈൽ കില്ലറിനെ എടുത്തു വിട്ടു. ആക്ടിൻ്റെ ടോണി അവിടെ നൈസ് ക്വാളിറ്റി കൂടെ നിന്ന് എടുത്തു വിടുന്നുണ്ട്. എന്തായാലും ആക്ടിൻ്റെ ചെതുവിന് അടി വീഴുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആക്ടിൻ്റെ ഇനി ഒരേ ഒരു മെമ്പർ, ഒരു രക്ഷയില്ല. കുറച്ച് മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് BTMൻ്റെ പ്രൂഗി അടിച്ചു. എനിക്ക് തോന്നുന്നു അവിടെ CLGയുടെ കൽബ് അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു മറ്റേ ടീമിനെ NVT ടീമിനെ എടുത്തു വിട്ടു. 2 ടീമും എൻ്റെ പൊന്നുമോനെ 2 ടീം അടുത്ത ഫൈറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് ചിക്കൻ ഡിന്നർ കൊണ്ടുപോയിരിക്കുന്നു, ഒരു രക്ഷയില്ല. എന്തായാലും ഇന്ന് ഝാക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കൊണ്ടുപോയത് മറ്റാരുമല്ല, ഇവിടെ CLG ടീം തന്നെ. ഇന്ന് ഝാക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കൊണ്ടുപോയത് മറ്റൊരു ടീമുമല്ല, CLG ടീം തന്നെ. ഒരു രക്ഷയില്ലാത്ത കളി എൻ്റെ പൊന്നുമോനെ. സാനോക്കിൻ്റെ മണ്ണിൽ ഒരു രക്ഷയില്ലാത്ത കളി. ഇന്നത്തെ മോസ്റ്റ് കില്ലിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ മോസ്റ്റ് കില്ലിലേക്ക് പോയി കഴിഞ്ഞാൽ ആരാണെന്ന് മോസ്റ്റ് കില്ല് അടിച്ചതെന്ന് നോക്കാം. മോസ്റ്റ് കില്ലിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഇന്നത്തെ മോസ്റ്റ് കില്ലിലേക്ക് ആരാണെന്ന് നോക്കാം. എന്തായാലും മോസ്റ്റ് കില്ലിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 കില്ല് ലോൺ വൂൾഫ് അവിടെ എടുത്തിട്ടുണ്ട്. കുറച്ച് മുകളിലേക്ക് പോവാം. എന്തായാലും 5 കില്ല് ലോൺ വൂൾഫ് എടുത്തിട്ടുണ്ട്. 6 കില്ല് എടുത്തിട്ടുണ്ട് BTMൻ്റെ പ്രൂഗി. എന്തായാലും 6 കില്ല് എടുത്ത് സെറ്റാണ്. എന്തായാലും BTMൻ്റെ പ്രൂഗി, എന്തായാലും CLGയുടെ പ്രൂഗി അവിടെ എടുത്തിട്ടുണ്ട്. ലോൺ വൂൾഫ് 5 കില്ല്. എന്തായാലും താഴോട്ട് പോവാം. എനിക്ക് തോന്നുന്നു സെലോട്ട്സ് 4 കില്ല ഉള്ളൂ. എനിക്ക് തോന്നുന്നു മറ്റാരുമല്ല എനിക്ക് തോന്നുന്നു ഡെവിൽ സാർ എന്ന് പറയുന്നുണ്ട്, ഒരു രക്ഷയില്ല. ഡെവിൽ സാർ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഝാക്കിൻ്റെ ഡെവിലിനെ തന്നെയാണ് പൊക്കിയടിക്കുന്നത്, ഒരു രക്ഷയില്ല. എന്തായാലും ഇരിക്കട്ടെ, ഝാക്കിൻ്റെ വക ഒരു പൊന്നരിഞ്ഞാണം. എന്തായാലും ഇന്ന് ദാവൂദ് സാർ എന്ന് പറയുന്നുണ്ട്, കാർത്തിക് ചെല്ലത്ത് ഒരു രക്ഷയില്ല. FOയുടെ കൽമാണ് ദാവൂദ് സാർ എന്ന് പറയുന്നുണ്ട്. എന്തായാലും നോക്കി കഴിഞ്ഞാൽ ഇന്നത്തെ മോസ്റ്റ് കില്ല് അടിച്ചിരിക്കുന്ന മറ്റാരുമല്ല BTM പ്രൂഗി. CLGയുടെ ഒരേ ഒരു കൽബ്, ഒറ്റയാൾ പോരാട്ടം, 6 കില്ല്. സാനോക്കിൻ്റെ മണ്ണിൽ ഒരു രക്ഷയില്ല. ഝാക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കൊണ്ടുപോയതും മോസ്റ്റ് കില്ല് അടിച്ചതും ഒരു രക്ഷയില്ല. നമ്മുടെ ചെക്കന്മാർ തന്നെ ഒരു രക്ഷയില്ല. CLGയുടെ കൽബുകൾ അടിച്ചിരിക്കുന്ന ഒരു രക്ഷയില്ല. എന്തായാലും 2ാം സ്ഥാനത്ത് വന്ന ആക്ടിൻ്റെ ടോണിയാണ്. എനിക്ക് തോന്നുന്നു ആക്ടിൻ്റെ ടീം തന്നെയാണ് 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. 3ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന മറ്റൊരു ടീമല്ല, NVT ടീം 3ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. മോസ്റ്റ് കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6-1-7 അവരല്ല, 4-8-10 അവരാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ടീം മോസ്റ്റ് കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ടീം മോസ്റ്റ് കില്ലിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 10 കില്ല് എടുത്തിട്ടുണ്ട് ഒരു ടീം. 10 കില്ലിനെ പൊട്ടിക്കാൻ വേണ്ടി ഏതെങ്കിലും ടീം അടിച്ചു എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമോനെ എന്തായാലും ഇവിടെ സെലോട്ട്സ് അടിച്ചു 4-3-7-10. എൻ്റെ പൊന്നുമോനെ ഒരു രക്ഷയില്ല, ഒരേ ലെവലിൽ അടിച്ചിരിക്കുകയാണ്. 5-3-8
9 കില്ല്, എക്സെപ്ഷൻ അടിച്ചിരിക്കുന്നു, AGD 4 കില്ല് അടിച്ചിരിക്കുന്നു, കോച്ച് 3 കില്ല്. അല്ല, ഇന്നത്തെ സെയിം ലെവലിൽ നിൽക്കുകയാണ്. എന്തായാലും ആക്ടിൻ്റെ ടീമും സെലോസ് ടീമും 10 കില്ലെടുത്ത് നേർക്ക് നേരെ നിൽക്കുന്നു. ഒരു രക്ഷയില്ല. പക്ഷേ അങ്ങനെ അങ്ങോട്ട് തന്നു വിടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് സെലോട്സിൻ്റെ ടീം നിൽക്കുന്നുണ്ട്. നിങ്ങൾ മോസ്റ്റ് കില്ല് എടുത്തുകൊണ്ട് പോകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സെലോട്സിൻ്റെ ടീം നിൽപ്പുണ്ട്. ഒരു രക്ഷയില്ല. എന്തായാലും ആക്ടിൻ്റെ ടീമും സെലോട്സിൻ്റെ ടീമും നേർക്ക് നേരെ നിന്ന് ഫൈറ്റ് എടുത്തതിൻ്റെ പ്രകാരം 10 കില്ല് ടീം 10 കില്ല് എടുത്തിട്ടുണ്ട്. ഇന്ന് ചിക്കൻ കൊണ്ടുപോയിരിക്കുന്നു. ഝാക്ക് ഒരുക്കി വെച്ചിരുന്ന ചിക്കനും മട്ടനും എല്ലാം കൊണ്ടുപോയത് മറ്റാരുമല്ല, ഇന്ന് ഝാക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന നല്ലൊരു പെടക്കോഴിയെ നല്ല കൊക്കരിക്കുന്നൊരു പെടക്കോഴിയെ കൊണ്ടുപോയത് മറ്റാരുമല്ല, കൊക്കൊരിക്കുന്ന പെടക്കോഴിയെ കൊണ്ടുപോയത് CLG ടീം തന്നെയാണ്. ഒരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും CLG ടീമിന് വറുക്കണോ പൊരിക്കണോ എന്ത് വേണമെങ്കിലും ഒരു കവർ വെളിച്ചെണ്ണ ഇപ്പോൾ ഝാക്ക് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഝാക്ക് പ്രത്യേകം അരച്ചാട്ടി ഒരു വെളിച്ചെണ്ണ എന്തായാലും B ടീമിന് തരുന്നതായിരിക്കും, CLGയുടെ കൽവിന് തരുന്നതായിരിക്കും. ഒരു രക്ഷയില്ല. എന്തായാലും ഇന്ന് ഝാക്കിൻ്റെ റൂം മാച്ചിൽ പങ്കെടുത്ത എല്ലാ ടീംസിനും വളരെയധികം നന്ദി. അപ്പം നാളത്തെ റൂം മാച്ചുമായി ബന്ധപ്പെടുന്നിടം വരെ എല്ലാവർക്കും വളരെയധികം നന്ദി. അപ്പോൾ അതുപോലെ തന്നെ നാളത്തെ റൂം മാച്ചുമായി ബന്ധപ്പെടുന്നിടം വരെ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ, സ്വീറ്റ് ഡ്രീംസ്.